ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം മുൻപോട്ട് വയ്ക്കുന്ന ഓരോ സത്യങ്ങളെക്കുറിച്ചും ഓരോ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സ്നേഹമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെറ്റമ്മയേക്കാൾ വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലൊരു ചിത്രം തെളിയും. അതുപോലെ തന്നെ ക്ഷമയെക്കുറിച്ച് നമ്മൾ കേൾക്കുക. ക്ഷമ ഉടനെ തന്നെ 70 പ്രാവശ്യം ക്ഷമിക്കുക, അല്ലേ? നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരിക്കുക എന്നൊരു മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയും. അതുപോലെ തന്നെ അനുതാപം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം ഇതാണ്: ചാക്കുടുത്ത് ചാരം പൂശുന്ന ഒരു രംഗം. അതിപ്പോൾ നോമ്പുകാലമായിക്കൊള്ളട്ടെ, ദുഃഖവെള്ളിയാഴ്ച ആയിക്കൊള്ളട്ടെ, എപ്പോഴും നമ്മൾ അനുതാപം എന്ന് കേൾക്കുക, മാനസാന്തരം, എപ്പോഴും ചാക്കുടുത്ത് ചാരം പൂശും. ഈ ചാക്കുടുത്ത് ചാരം പൂശുന്നു എന്ന ചിത്രം മനസ്സിലിങ്ങനെ ഗാഠമായിട്ട് പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് പലർക്കും ഈ അനുതാപ ജീവിതത്തോട് ഒരു അവേർഷൻ, ഒരു അകൽച്ച എന്ന് ഞാൻ പറയും. കാരണം ഈ ചാക്കുടുത്ത് ചാരം പൂശി നടക്കുവാൻ ആർക്കാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയധികം താല്പര്യമുള്ളത്? സ്നേഹമുള്ളവരെ, വചനത്തിൽ പറയുന്നത് അതൊരു പ്രോസസ്സാണ്. എങ്ങനെയാണ് അനുദപിക്കേണ്ടത്? ആ കാലഘട്ടത്തിൽ അനുദപിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു: ചാക്കുടുത്ത് ചാരം പൂശുക. എന്നാൽ ഇതൊരു വികലമായ ചിത്രം. നമ്മുടെ മനസ്സിൽ അനുതാപം എന്ന് പറയുമ്പോൾ പതിയേണ്ട ഒരു ചിത്രം ഇതല്ല. അനുതാപം എന്ന് നമ്മൾ ശ്രവിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുദപിക്കുക, മാനസാന്തരപ്പെടുക എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട ചിത്രമെന്ന് പറയുന്നത് സന്തോഷവാനായി നിൽക്കുന്ന ക്രിസ്തുനാഥൻ്റെ ചിത്രമാണ്. ഇരുകരങ്ങളും വിരിച്ച് കയറി വാടാ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്വന്തം മാറോടണയ്ക്കുന്ന സന്തുഷ്ടനായ ദൈവപിതാവിൻ്റെ ചിത്രമായിരിക്കണം ഈ അനുതാപം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പതിയേണ്ടത്. ഇനി വേറൊരു ചിത്രം, അനുതാപം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നു, മാലാഖാവൃന്ദങ്ങളും വിശുദ്ധരും പരിശുദ്ധ കന്യാമറി യോസേപ്പും ഒക്കെ സന്തോഷത്തോടുകൂടി കൈയടിച്ച് ആനന്ദിക്കുന്നു. കാരണം അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ അനുദപിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മോശപ്പെട്ട ചിത്രമായിട്ട്, അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ, ഉദാസീനതയുടെ, ദുഃഖത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കരുത്. പകരം സന്തോഷമുള്ള ക്രിസ്തു, ചിരിക്കുന്ന ക്രിസ്തു, ഇരുകരങ്ങളും നീട്ടി നമ്മളെ സ്വീകരിക്കുന്ന പിതാവായ ദൈവം, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ പതിയേണ്ടുന്ന ചിത്രമെന്ന് പറയുന്നത്. അപ്പോൾ അനുതാപത്തിൻ്റെ യഥാർത്ഥ മുഖമെന്ന് പറയുന്നത് ആനന്ദവും ആഘോഷവുമാണ്. അതെ, വചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്. ഈശോ തന്നെ അനുദപിക്കുന്നവരോടൊപ്പം ആനന്ദിക്കുകയും ആഘോഷിക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് പതിവാനായിട്ടാണ് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ അനുതാപത്തെക്കുറിച്ചുള്ള പല വചനങ്ങളും എടുത്ത്, പല കഥകളും എടുത്ത് നമ്മൾ പെട്ടെന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ആദ്യമായി നമ്മൾ എടുക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള തിരുവചനത്തിൽ ലേവിയുടെ അഥവാ മത്തായി ശ്ലീഹായുടെ മാനസാന്തര കഥയാണ്. യേശു ലേവിയെ വിളിക്കുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് ലേവി യേശുവിൻ്റെ പിന്നാലെ അനുധാവനം ചെയ്യുന്നു. ഒടുവിൽ ലേവി സ്വന്തം ഭവനത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുന്നു. ഈശോ വിരുന്നല്ലേ, വളരെ സന്തോഷമായിട്ട് അതിൽ പങ്കെടുക്കുന്നു. ആ വിരുന്ന്, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ രുചിയേക്കാളേറെ ക്രിസ്തുനാഥന് രുചികരമായി തോന്നിയത് ആ പാപിയുടെ മാനസാന്തരമാണെന്ന് ഞാൻ പറയും. കാരണം ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ യേശുവിൻ്റെ ദൗത്യം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓരോ പാപികളെയും, അല്ലേ, പാപത്തിൽ നിന്ന് മനുഷ്യരെ ക്ഷണിക്കുവാനായിട്ടാണ്, നീതിമാന്മാരെ അല്ല പാപികളെ ക്ഷണിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അരുളി ചെയ്ത യേശുനാഥൻ ഓരോ പാപി അനുദപിക്കുമ്പോഴും, ഓരോ പാപി മാനസാന്തരപ്പെടുമ്പോഴും ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അതോടൊപ്പം തന്നെ ആഘോഷമാണ്. അങ്ങോട്ട് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, അനുദപിച്ച ലേവി സ്വന്തം ഭവനത്തിൽ വെച്ച് ഈശോയ്ക്കും മറ്റ് സുഹൃത്തുക്കൾക്കും ഒരു വിരുന്നൊരുക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ലേവി ഒരുക്കുന്ന വിരുന്നിൽ യേശു പങ്കാളിയാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് യേശുവാണ് ആ വിരുന്നൊരുക്കുന്നത്. യേശു ഒരുക്കുന്ന വിരുന്നിൽ ലേവി പങ്കാളിയാവുകയും അവൻ മത്തായിയായിട്ട് പരിണമിക്കുകയും യേശുവിൻ്റെ സന്തത സഹചാരിയായിട്ട്, യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിട്ട് ഈശോയുടെ കൂടെ അങ്ങോട്ട് ചേരുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അനുതാപത്തിൻ്റെ അനന്തരഫലം, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ആനന്ദമാണ്. അനുതാപിയുടെ ആനന്ദവും ക്രിസ്തുനാഥൻ്റെ ആനന്ദവും. പലപ്പോഴും നമ്മൾ ഈ വചനം വിചിന്തനം ചെയ്യുന്ന അവസരത്തിലൊക്കെ ഈ അനുതാപം, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പോർട്രേറ്റ്, യേശുവിൻ്റെ ചിത്രം നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ എപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ഈശോ ആണ് നമ്മൾ കാണുന്നത്, അല്ലേ? കുപിതനായിട്ടുള്ള ഈശോ, ചാട്ടവാറെടുക്കുന്ന ഈശോ, അല്ലെങ്കിൽ ഫരിസേയരെയൊക്കെ കുറുക്കനെന്ന് വിളിക്കുന്ന ഈശോ.
അതല്ല യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖമെന്ന് പറയുന്നത്. യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു പിക്ചർ, ഒരു പൊർട്രേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു പാപി അനുദപിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന, ആഹ്ലാദിക്കുന്ന, വിരുന്നൊരുക്കുന്ന ഈശോ. അപ്പോൾ നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ പ്രത്യേകിച്ചും മറ്റു സുവിശേഷങ്ങളിലുമൊക്കെ ആയിട്ട് യേശു വിരുന്നുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിരുന്നുകളൊക്കെയും ഓരോ വ്യക്തികളുടെ ഭവനങ്ങളിലാണ് അണിയിച്ചൊരുക്കുന്നത്, ക്രമീകരിക്കുന്നതെങ്കിലും അവിടേക്ക് യേശു കടന്നു ചെല്ലുകയും ഓരോ വിരുന്നിലും ആരെങ്കിലുമൊക്കെ അനുദപിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ വിരുന്നിലും ആരെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ജീസസ് ഗോസ് ഇൻ ടു എ ഹൗസ് ആസ് എ ഗസ്റ്റ് ആൻഡ് ദെൻ ഹി ബിക്കംസ് ദ ഹോസ്റ്റ്. ഈശോ അതിഥിയായിട്ട് കടന്നു ചെല്ലുന്നു, അവിടെ ആരുടെയെങ്കിലും അനുതാപം നടക്കുന്നു, യേശു അവിടെ ആതിഥേയനായിട്ട് മാറുന്നു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെയും യേശു ഒരുക്കുന്ന ഈ വിരുന്നിൽ പങ്കാളിയാകുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അനുതാപം, മാനസാന്തരം എന്ന ആ ഒരു വിളി, അനുതാപത്തിലേക്കുള്ള വിളി, അത് നമ്മൾ വളരെ ലാഘവത്തോടുകൂടി എടുക്കാൻ പാടുള്ളതല്ല. മറിച്ച് നമ്മൾ അനുദപിക്കുമ്പോഴാണ് സ്വർഗം തുറക്കുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലേവിയുടെ മാനസാന്തരത്തിന് തികച്ചും സമാനമായിട്ടുള്ള മറ്റൊരു മാനസാന്തര കഥയാണ് നമുക്കെല്ലാം സുപരിചിതമായ സക്കേവൂസിൻ്റെ അനുതാപ കഥ. ഇവിടെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം മുതൽ നമ്മൾ ഈ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. സക്കേവൂസ് വളരെ സന്തോഷത്തോടു കൂടി ഈശോയെ സ്വീകരിക്കുന്നു. ആ ആനന്ദത്തിൽ പങ്കെടുത്തുകൊണ്ട് യേശുവും പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ സക്കേവൂസ് ചെയ്യുന്നത് തൻ്റെ അനുതാപത്തിൻ്റെ പരിണിത ഫലമായ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട്, സന്തോഷിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം താൻ അപഹരിച്ചെടുത്തൊക്കെ 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കുന്നു. ഈ കഥയൊക്കെ നമുക്കറിയാവുന്നതുമാണ്. ആ സന്തോഷത്തിലാണ് യേശുവും പങ്കാളികളാകുന്നത്. യേശു പറയുന്നു, നിനക്കിന്ന് രക്ഷ കൈവന്നിരിക്കുകയാണ്. അതിലേറെ ഈശോ എന്ത് പറയാനാണ്? അത്രമാത്രം സന്തോഷമുള്ളൊരു വാക്ക്. ഇതിനെയൊക്കെയാണ് നമ്മൾ സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം? പാപം ചെയ്ത ഒരു വ്യക്തി, പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തി അനുതപിച്ച് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ യേശു നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്നതിനെയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ലേവി ആയിക്കൊള്ളട്ടെ, സക്കേവൂസ് ആയിക്കൊള്ളട്ടെ, ഇരുവരും ക്രിസ്തുനാഥൻ്റെ അധരങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന സുവിശേഷമാണ്, നിങ്ങൾക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്ന് അനുതപിക്കുവാൻ ഭയപ്പെട്ട്, അതെ, ഞാൻ ആവർത്തിക്കുകയാണ്, പലപ്പോഴും നമുക്ക് കുമ്പസാരക്കൂടിനെ ഭയമാണ്. കുമ്പസാരത്തെയും പാപം ഏറ്റുപറയുന്നതിനോടും നമുക്ക് എന്തെല്ലാമോ ഭയമാണ്, ഭീതിയാണ്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, ഈ രക്ഷ നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്നു. എന്നാൽ ഓരോ തവണയും പാപം ഏറ്റുപറയുമ്പോൾ, തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ഈശോ നമുക്ക് ഈ സുവിശേഷം സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ഇന്ന് നിനക്ക്, നിന്റെ ഭവനത്തിന് രക്ഷ കൈവരുന്നുവെന്ന്. അനുതാപത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എടുക്കേണ്ടുന്ന ഒരു വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സമരിയാക്കാരി സ്ത്രീയുടെ കഥ. ഇവൾ ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുന്നുണ്ട്. ഇവൾ ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുന്നു, അവൻ്റെ ശബ്ദം ശ്രവിക്കുന്നു, അവനുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടുന്നു, അല്ലേ, അവിടെ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുത്തിരുന്നു കൊണ്ട്. അപ്പോൾ ആ സഹോദരിക്ക് ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്, ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അവൾ ആഹ്ലാദത്താൽ നിറയുന്നു. അനുതപിച്ച് കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ച് കഴിയുമ്പോൾ, പാപം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു സൗഹൃദം സ്ഥാപിക്കപ്പെടുന്നു. ആ സൗഹൃദം വഴിയായിട്ട് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടാകുന്നു. അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4:28 നമ്മൾ വായിക്കുന്നുണ്ട്. അവൾ ഈ ആനന്ദത്താൽ നിറഞ്ഞ് പട്ടണം മുഴുവൻ പോയിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ കണ്ടുവെന്ന്. യേശുവിനെ കണ്ടുവെന്ന് പറയുക മാത്രമല്ല, ആ പട്ടണത്തിലേക്ക് ചെന്ന് അവളൊരു അപ്പസ്തോലയായിട്ട് മാറുന്നുണ്ട്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവളായിട്ട് മാറുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും അവൾ അനുഭവിച്ചറിഞ്ഞ് ആസ്വദിച്ച ആ സ്നേഹം അവൾ ജനവുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനെ ഗ്രീക്ക് ഭാഷയിൽ ഇത്തരമൊരു പരിവർത്തനത്തെ വിളിക്കുന്നത് മെറ്റനോയിയ എന്നാണ്. മെറ്റനോയിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ യു-ടേണുകൾ എടുക്കാറുണ്ടല്ലേ. നമ്മൾ ഈ ദിശയിലേക്ക്, തെറ്റായ ഒരു ദിശയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു. വഴി തെറ്റിയെന്ന് മനസ്സിലാക്കുന്ന മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, യു-ടേൺ എടുത്തിട്ടാണ് പോകേണ്ട പാതയിലേക്ക് തിരികെ മടങ്ങുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളൊക്കെയും എടുക്കേണ്ടുന്ന യു-ടേൺ അല്ലെങ്കിൽ മെറ്റനോയിയാണ് സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അവൾ നിരന്തരം വന്നു പോകുന്ന പാപത്തിൻ്റെതായിട്ടുള്ള ഒരു വിശാലമായ പാതയുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും യാക്കോബിൻ്റെ കിണറിനരികിലേക്ക്, വീണ്ടും ആ പാപ സാഹചര്യത്തിലേക്ക്. എന്നാൽ ഈ സ്ത്രീ
യേശുവിനെ കണ്ടുമുട്ടിയ ആ ആനന്ദത്തിൽ ഉതിർന്നുകൊണ്ട് അവൾ ഒരു മെറ്റനോയ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവൾ വീട്ടിൽ നിന്നും കുടവുമായിട്ട് വരുന്നു. ആ കുടം, അതായത് അവളുടെ പാപത്തിൻ്റെ ഭണ്ഡാകാരം അവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവളുടെ ജീവിതഗതി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ദിശ പോലും മാറി മറിയുന്നു ഒന്ന് അനുതപിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുനാഥൻ്റെ മുഖം ദർശിച്ചു കഴിഞ്ഞപ്പോൾ. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മെറ്റനോയ നടക്കണം. ചിലപ്പോൾ ചില പാപങ്ങൾ നമുക്ക് ശീലമായിട്ട് മാറും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ഗെറ്റ് യൂസ്ഡ് ടു സം സിൻസ്, വി ഗെറ്റ് അക്കസ്റ്റം ടു സർട്ടൻ സിൻസ്. ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതാണ് യഥാർത്ഥത്തിലുള്ള വഴി, ഇതിലൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ എത്താം, ലക്ഷ്യസ്ഥാനത്ത് എത്താം. അതല്ല, യാത്ര ചെയ്യുന്ന പാത പാപത്തിൻ്റേതാണ് എന്ന് തിരിച്ചറിവും ബോധ്യവും ഉണ്ടാകുന്ന ആ മാത്രയിൽ യു ടേൺ എടുക്കണം, ക്രിസ്തുവിലേക്ക് തിരിയണം. നമ്മൾ സൂര്യകാന്തി പുഷ്പത്തെക്കുറിച്ച് പറയാറുണ്ട്. വളരെ മനോഹരമായൊരു ഗീതം ഇംഗ്ലീഷുണ്ട്, ലൈക്ക് എ സൺഫ്ലവർ. സൂര്യകാന്തി പുഷ്പം എപ്രകാരം സൂര്യനെ എപ്പോഴും നോക്കിയിരിക്കുന്നു, അതുപോലെ എൻ്റെ ദൈവമേ ഞാനും നിന്നെ നോക്കിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ വഴിതെറ്റി യാത്ര ചെയ്യാറുണ്ട്. ജഡിക പാപങ്ങളിലൂടെ, വ്യക്തിഗതമായ പാപങ്ങളിലൂടെയൊക്കെ പോയിട്ട് നമ്മൾ തെറ്റായ പാതയിലാണ് എന്ന് പോകുമ്പോൾ അനുതപിക്കുവാനുള്ള കെൽപ്പ്, അനുതപിക്കുവാനുള്ള ആർജവം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കഥയിൽ ഈ പാപിനിയായ സ്ത്രീ, അതായത് സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് മെറ്റനോയ, അതായത് യു ടേൺ എടുക്കുക എന്ന യാഥാർത്ഥ്യമാണ്. അവൾ യു ടേൺ എടുക്കുമ്പോൾ യേശുവിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അവൻ്റെ വയറ് നിറഞ്ഞു എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ശിഷ്യന്മാർ പിന്നീട് വരുന്നുണ്ട്, ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, യേശുവിൻ്റെ വയറ് നിറഞ്ഞു. സമറിയാക്കാരി സ്ത്രീക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ യേശുവിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് അവൻ്റെ വയറ് നിറഞ്ഞു. അതായത് അതൊരു വിരുന്നായിട്ട് യേശുവിന് അനുഭവപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മാനസാന്തര കഥകളുടെ അവസാനം ഒരു വിരുന്നുണ്ട്, ഒരു ഫുൾഫില്ലിങ്. മനസ്സ് നിറയുന്നു, വയറ് നിറയുന്നു ഈശോയ്ക്ക്. അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും സ്നേഹമുള്ളവരെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു പാപിനിയെ നമ്മൾ കാണുന്നുണ്ട്. യേശു ഒരു വിരുന്ന് സൽക്കാരത്തിലാണ് അവിടെ ശിമിയോന് യേശുവിന് വേണ്ടി വിരുന്നൊരുക്കുന്നു. അപ്പോൾ ഈ പാപിനിയായ സ്ത്രീ, രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൾ യേശുവിൻ്റെ പിന്നിലാണ് വന്ന് നിൽക്കുന്നത്. മുൻപിലെല്ലാം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്, വിശിഷ്ട അതിഥികളാണുള്ളത്. അപ്പോൾ ഇവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ ഇവൾ യേശുവിൻ്റെ പിന്നിൽ ഉപവിഷ്ടയായിട്ട് യേശുവിൻ്റെ പാദം കഴുകുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പിന്നിലായിരിക്കുക എന്ന് പറയുന്നത് ദാസ്യവൃത്തിയാണ്, ദാസ്യവൃത്തി. ദാസന്മാരോ ദാസികളോ ഒരിക്കലും യജമാനൻ്റെ മുൻപിൽ കയറിയിരിക്കാറില്ല. അപ്പോൾ ഇവൾ പിന്നിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, നീ എൻ്റെ യജമാനനാണ്, നീ എൻ്റെ ഗുരുവാണ്, ഞാൻ എൻ്റെ ദാസിയാണ് എന്ന് അവൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അവൾ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഒരു വിരുന്നൊരുക്കാൻ പോവുകയാണ്. ഈശോ പരാതിപ്പെട്ടിട്ടാണെങ്കിലും ശിമിയോനോട് പറയുന്നു, ഞാൻ കയറി വന്നു, നീ എൻ്റെ പാദം കഴുകിയില്ല, നീ നല്ലവണ്ണം എന്നെ ക്ഷണിച്ചിരുത്തിയില്ല, പക്ഷേ നീ ഇവളെ നോക്കുക, പാപിനിയെന്ന് നിങ്ങൾ സമൂഹം മുദ്ര കുത്തിയ ഈ മകളെ നിങ്ങൾ നോക്കുക, അവൾ എനിക്ക് വേണ്ടി ഇതാ മറ്റൊരു വിരുന്നൊരുക്കുന്നുവെന്ന്. ഇവിടെ കാണുന്ന രസകരമായൊരു കാര്യം, അവിടെ യഥാർത്ഥത്തിൽ വിരുന്നൊരുക്കിയത് ശിമിയോനാണ്. പക്ഷേ ഈശോ ആ വിരുന്നിനെ അവഗണിക്കുന്നുണ്ട്. ആ വിരുന്ന് ഈശോ ആസ്വദിക്കുന്നില്ല. വെറും ഭോജനപ്രിയനല്ല ഈശോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശു അവിടെ ആസ്വദിക്കുന്ന വിരുന്ന് എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ മാനസാന്തരമാണ്. അവൾ അനുതപിച്ച് കണ്ണീർ പൊഴിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദം കഴുകുമ്പോൾ അതൊരു വിരുന്നായിട്ട് ക്രിസ്തുനാഥന് അനുഭവപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവർ, ഇതാണ് പറയുന്നത്, മാനസാന്തരപ്പെടുന്ന ഓരോ അവസ്ഥയിലും സ്വർഗം തുറക്കുന്നു, യേശുവിന് ആനന്ദമുണ്ടാകുന്നു. കണ്ടോ, അനുതപിക്കുന്ന വ്യക്തി ആനന്ദത്തിലേക്ക് കടന്നു വരുന്നു, ക്രിസ്തുനാഥനും എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈശോ അവളെ പ്രശംസിക്കുകയും അല്പം പരാതി ശിമിയോനോട് പറയുകയും ചെയ്തു, നീ എന്നെ സ്വീകരിച്ചില്ല, മറിച്ച് ഇതാ ഇവളെ നോക്കുക, ഈ വിരുന്നാണ് ഞാൻ ആസ്വദിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ഈശോ ആസ്വദിക്കുന്ന വിരുന്ന് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മാനസാന്തരമാണ്. പാപത്തെ വിട്ടുപേക്ഷിക്കുവാനായിട്ട് ഞാൻ ഒരു തവണ ചിന്തിക്കുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് വലിയ ആനന്ദമാണ് ഞാൻ പകർന്നു നൽകുന്നത്. സ്വർഗീയമായ ആനന്ദത്തിലേക്കാണ് ഓരോ അനുതാപിയും ഓരോ പാപമേറ്റു പറയുന്ന വ്യക്തിയും നടന്നെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. വീണ്ടും പാപികളുടെ ലിസ്റ്റാണ്, അനുദപിക്കുന്ന വ്യക്തികളുടെ ലിസ്റ്റാണ് ഞാനീ പറയുന്നത്.
ഈശോ കുരിശിലായിരിക്കുന്ന അവസരത്തിൽ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 42-43 തിരുവചനത്തിൽ യേശു കുരിശിലായിരിക്കുന്നു, തീവ്രമായ വേദന, ഉഗ്രമായ വേദന. പക്ഷേ ഈശോ അതൊന്നും വകവയ്ക്കുന്നില്ല. യേശുവിന് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുക, പാപികളെ നേടുക. ഇതാണ് യേശുവിൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. കുരിശിൽ പിടയുന്ന അവസരത്തിൽ ഈശോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്താ ചെയ്യുക? നോക്കുമ്പോൾ 2 കള്ളന്മാരാണ് ഇടത്തും വലത്തുമായിട്ടാണ്. ഈശോ ഇത് തന്നെ അവസരം, ഞാൻ മരിക്കാനായിട്ട് പോവുകയാണല്ലോ, എൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ അല്ലെങ്കിൽ ഈ നിമിഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പറ്റുമെങ്കിൽ ഒരു ആത്മാവിനെ കൂടി നേടിയാൽ അത്രയുമായി എന്ന് വിചാരിച്ച് ഈശോ അവരോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, കുരിശിൽ കിടന്നുകൊണ്ടേ. അപ്പോൾ ആ വലതുവശത്ത് കിടക്കുന്ന ആ കള്ളന് മാനസാന്തരമുണ്ടാകുന്നു, അവൻ അനുതപിക്കുന്നു, പാപമേറ്റു പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട്, അവിടെ 2 കുരിശുകളിൽ കിടന്നുകൊണ്ട് ഒരു കുമ്പസാരം നടക്കുകയാണ് അവിടെ. ആ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ ഉറപ്പായിട്ടും പറയും, ആത്മവിശ്വാസത്തോടെ പറയും, യേശു ആനന്ദത്തോടെ സന്തോഷത്തോടു കൂടി മരിച്ചു. യേശു കുരിശിലായിരുന്നു കൊണ്ട് ശരിയാണ്, ശാരീരികമായിട്ട് ഉഗ്രമായ വേദനയുണ്ട്. ശിഷ്യന്മാരും മറ്റുള്ളവരും തിരസ്കരിച്ചതിൻ്റെ, മറ്റുള്ളവർക്ക് ആർക്കിച്ചു തുപ്പിയതിൻ്റെ മാനസികമായ ഉഗ്രമായ വേദനയുണ്ടെങ്കിൽ കൂടിയും ഒരു അനുതാപിയെ നേടി, ഒരു ആത്മാവിനെയും കൂടി നേടാൻ സാധിച്ചു എന്ന സന്തോഷത്തോടു കൂടിയാണ് യേശു കണ്ണടയ്ക്കുന്നത്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നല്ല കള്ളനെ ഈശോ നേടി, പാപിനികളെ ഈശോ നേടി, സക്കേവൂസിനെ ഈശോ നേടിയെടുത്തു, ലേവിയെ ഈശോ നേടിയെടുത്തു. ഈ ഓരോ നേട്ടത്തിലും സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്, യേശു ആനന്ദിക്കുന്നുണ്ട്. സ്വർഗീയമായ വിരുന്നാണ് അവിടെ ഓരോ സമയത്തും ഒരുക്കപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാതായവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കാണാതായവയെക്കുറിച്ചുള്ള 3 ഉപമകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തേത് കാണാതായ ആടിൻ്റെ ഉപമ, 2 കാണാതായ നാണയത്തിൻ്റെ ഉപമ, 3 കാണാതായ മനുഷ്യൻ്റെ ഉപമ അല്ലെങ്കിൽ ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ 3 ഉപമകളുടെയും പരിസമാപ്തിയിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷകൻ പറയുന്നുണ്ട്, ഇതാ സ്വർഗം ആനന്ദിക്കുന്നു. അതായത് ആടിൻ്റെ ഉപമ, ആടിനെ തിരിച്ചു കിട്ടുമ്പോഴത്തേക്കും ഇതാ ആനന്ദത്തെക്കുറിച്ചുള്ളൊരു വചനം. നാണയം തിരിച്ചു കിട്ടുമ്പോൾ ഇതാ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. മകനെ തിരിച്ചു കിട്ടുമ്പോൾ ഇതാ ആനന്ദവും അതുപോലെ തന്നെ ഒരു വലിയ വിരുന്നും. ഞാൻ ആ വാക്കുകളൊക്കെ, വചനങ്ങളൊക്കെ ഒന്ന് ഉദ്ധരിക്കുകയാണ് ഇവിടെ. ലൂക്ക 15:7 ആടിനെ തിരിച്ചു കിട്ടിയപ്പോൾ ഒരു അനുതാപമാണ് കേട്ടോ. വചനം പറയുന്നു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, ആ നഷ്ടപ്പെട്ടു പോയ ആട് എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രതിരൂപമാണ്. അപ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ ഈശോ കുമ്പസാരക്കൂട്ടിലൂടെ നേടിയെടുക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു, വലിയ ആനന്ദമുണ്ടാകുന്നു. കാണാതായ നാണയത്തിൻ്റെ ഉപമയുടെ അവസാനത്തിൽ ലൂക്ക 15:10 നമ്മൾ വായിക്കുന്നു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും ധൂർത്തപുത്രനെ തിരികെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം, എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, അനുതപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗത്തിൽ വലിയ ആനന്ദാഹ്ലാദമുണ്ടാകും. ഈ ആനന്ദാഹ്ലാദത്തിലേക്കാണ് സ്നേഹമുള്ളവരെ ഓരോ കുമ്പസാരക്കൂടും, ഓരോ നോമ്പുകാലവും, ഓരോ ഉപവാസ പ്രാർത്ഥനയും, ഓരോ വെള്ളിയാഴ്ചകളും നമ്മളെ ക്ഷണിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം ഈ ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിന് അവസാനം പറയുന്നത് പോലെ പാപം എന്ന് പറയുന്നത് മരണമാണ്, എന്നാൽ അനുതാപം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു പുനർജീവിതമാണ്. അപ്പോൾ മരണത്തിൽ നിന്നും ഒരാൾ വീണ്ടും ജീവനിലേക്ക് കടന്നു വരുമ്പോൾ എത്രമാത്രം ആഹ്ലാദമായിരിക്കും ഉണ്ടാകുന്നത്. അതുതന്നെയാണ് സ്വർഗത്തിലും സംഭവിക്കുന്നത്. പാപം മൂലം മൃതയായിരിക്കുന്ന ഓരോ മകനും മകളും പാപം ഏറ്റുപറഞ്ഞ് അനുതപിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. ക്രിസ്തുനാഥൻ ഒരു വലിയ വിരുന്ന് നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 21-ാം അധ്യായമുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു വചനം, യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു എന്നാണ്. യേശുവിൻ്റെ ആനന്ദത്തെക്കുറിച്ചാണ് ഈ വചനമെല്ലാം. എപ്പോഴാണ് യേശു ആനന്ദിക്കുന്നത്? അനുതാപം കാണുമ്പോൾ, പാപികൾ അനുതപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആത്മാവിനെ നേടുന്ന അവസരത്തിലാണ് യേശു ആനന്ദിക്കുന്നത്. അല്ലാതെ മറ്റൊരിടത്തും യേശു ആനന്ദിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ല. ഓരോ അനുതാപവും യേശുവിൻ്റെ ആനന്ദത്തിലാണ് അത് പരിസമാക്കുന്നത്. അപ്പോൾ ലൂക്ക 10:21 യേശു ആനന്ദിക്കുന്നു, ആത്മാവിൽ ആനന്ദിക്കുന്നു. അതിനുള്ള കാരണം ഇതാണ്. യേശു തൻ്റെ ശിഷ്യരായ 72 പേരെ അയക്കുന്നുണ്ട്.
ആത്മാക്കളെ നേടുവാനായിട്ട്, വചനം പ്രഘോഷിക്കുവാനായിട്ട്. അപ്പോൾ അവർ വന്നിട്ട് വലിയ സന്തോഷത്തോടു കൂടി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, കർത്താവേ, ഞങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ ചെന്ന് വചനം പ്രഘോഷിച്ച് കഴിഞ്ഞപ്പോൾ പിശാചികൾ കീഴടങ്ങുന്നുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാ പിശാചികളും ഓടി മാറുന്നു. ഇവർക്ക് വലിയ സന്തോഷമാണ് പിശാചികൾ കീഴടങ്ങുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ. ഈശോ അപ്പോൾ അവരോട് പറയുന്നത്, ശരിയാണ്, ഞാനും നിങ്ങളുടെ ആനന്ദത്തിൽ പങ്കുചേരുന്നു. എന്നാൽ ഈശോ പറയുന്ന ഇപ്രകാരമാണ്, പിശാചികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. കണ്ടോ, ഈശോ തൻ്റെ ശിഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആനന്ദിക്കേണ്ടത് ഈ ഭൗതികമായ നേട്ടങ്ങളെ ഓർത്തിട്ടല്ല. അതല്ല ശാശ്വതമായ ആനന്ദം എന്ന് പറയുന്നത്. എപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആനന്ദിക്കേണ്ടത്? ഒന്നുകിൽ അവൻ സ്വയമേവ മാനസാന്തരപ്പെട്ട് അനുദപിക്കുന്ന അവസരത്തിലാണ് ആനന്ദിക്കേണ്ടത്. ഇനി അതുമല്ലെങ്കിൽ അവൻ്റെ വചന പ്രഘോഷണം വഴിയായിട്ട്, അവൻ്റെ സാന്നിധ്യം വഴിയായിട്ട് മറ്റൊരു ആത്മാവിനെ നേടുവാൻ കഴിഞ്ഞാൽ, മറ്റൊരു വ്യക്തിയെ കൂടി അനുതാപത്തിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ആനന്ദത്തിന് ആധാരമെന്ന് ഈശോ പറയുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കണ്ടും കണ്ണു മഞ്ഞളിച്ച് സന്തോഷിക്കാറുണ്ടല്ലേ? ലോട്ടറി അടിച്ചാൽ വലിയ സന്തോഷമാണ്, മക്കളെ കെട്ടിച്ചയച്ചാൽ വലിയ സന്തോഷമാണ്, അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള അനുഗ്രഹങ്ങൾ വരുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നാൽ ക്രിസ്തുനാഥൻ പറയുന്നത് അതൊന്നും സ്ഥായിയായ ആനന്ദമല്ല. യഥാർത്ഥത്തിലുള്ള ആനന്ദം എന്ന് പറയുന്നത് നീ അനുദപിച്ച് ആ അനുതാപ ജീവിതത്തിൽ വളർന്നു വന്ന് മാനസാന്തരത്തിന് പറ്റിയ, മാനസാന്തരത്തിന് ഉതകുന്ന തരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദമെന്ന് ഈശോനാഥൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ആനന്ദത്തിലേക്കാണ് ഓരോ കുമ്പസാരക്കൂടും, ഓരോ വെള്ളിയാഴ്ചകളും, ഓരോ നോമ്പുകാലവും, ഓരോ ഉപവാസവും നമ്മളെ ക്ഷണിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ അനുതാപത്തിൻ്റെ അനുഷ്ഠാനങ്ങളാണ് ഈ ഉപവാസവും നോമ്പ് നോൽക്കലുമൊക്കെ. പക്ഷേ ഈശോ മത്തായിയുടെ സുവിശേഷം 6:16 പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഉപവസിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ അനുതപിക്കുകയാണല്ലോ, അനുതാപത്തിൻ്റെ അടയാളമായിട്ട് നിങ്ങൾ ഉപവസിക്കുമ്പോഴൊക്കെ നിങ്ങൾ വിഷാദം ഭാവിക്കരുത്, മുഖം വികൃതമാക്കരുത്. ഈശോ പറയുന്നൊരു കാര്യമാണ്. പകരം ഈശോ പറയുന്നു, നിങ്ങൾ ശിരസിൽ തൈലം പുരട്ടുവിൻ, മുഖം കഴുകുകയും ചെയ്യുവിൻ. പലപ്പോഴും പലരും വിചാരിക്കുന്നത് എണ്ണ തേച്ച് മുഖം കഴുകി പ്രാർത്ഥിക്കാനിരിക്കുന്നതിനെ കുറിച്ച്. അതും ചെയ്യാം, ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ശിരസിൽ തൈലം പുരട്ടുക, മുഖം കഴുകുക, അതാണ് ആനന്ദത്തിൻ്റെ അടയാളമെന്ന് ഈശോ പറയുന്നത്, അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ അടയാളമായിട്ട് ഈശോ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ ശിരസിൽ തൈലം പുരട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആത്മാവിനാൽ നിറയുക. നമുക്കറിയാം, തൈലാഭിഷേകമൊക്കെ ആത്മാവിൻ്റെ അഭിഷേകമാണല്ലേ. ഇനി മുഖം കഴുകുക എന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ മുഖഭാവം ഉള്ളവരായിരിക്കുക. യേശു സൂര്യനെ പോലെ പ്രകാശിക്കുന്നു നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനാൽ നിറയുക, ആത്മാവാൽ നിറയുക. ഇതാണ് ഈ അനുദപിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള 2 ഗുണങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പാപത്തെ വെടിഞ്ഞ്, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ ആശ്രയിച്ച് നമുക്ക് വിശുദ്ധിയിൽ വളരാനും ക്രിസ്തു നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന ആ വിരുന്നിൽ, ആ ആനന്ദ ആഘോഷത്തിൽ പങ്കാളികളാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു കാര്യം ഓർക്കുക, നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തെറ്റ് ഏറ്റു പറയുമ്പോൾ കൂടുതൽ ശിക്ഷ കിട്ടും അല്ലേ? അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ പാപം ഏറ്റു പറയാനായിട്ട് വലിയ മടി. തെറ്റ് ഏറ്റു പറഞ്ഞാൽ മനുഷ്യർ കൂടുതലായിട്ട് നമ്മളെ ക്രൂശിക്കുകയും നമ്മളെ കുറ്റക്കാരനെന്ന് പറഞ്ഞ് നമ്മളെ ശപിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ഓരോ തവണയും പാപം ഏറ്റു പറഞ്ഞ് അനുദപിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നു. ആ ആഹ്ലാദത്തിലേക്ക്, ആ ആനന്ദത്തിലേക്ക്, ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് നമുക്കും ആത്മവിശ്വാസത്തോടെ, പ്രത്യാശയോടുകൂടി നടന്നെടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.